കേരളത്തിൽ വന്യജീവികളുടെ എണ്ണത്തിൽ ക്രമാതീതമായ വർധനവുണ്ടായതായി ശാസ്ത്രീയ പഠനങ്ങളില്ലെന്ന് നയസമീപന കരടുരേഖ. മനുഷ്യ വന്യജീവി സംഘർഷം മൂലമുള്ള മരണങ്ങൾ കുറഞ്ഞു വരുന്നതായാണ് കണക്കുകളെന്നും വനം വകുപ്പ് നയസമീപന കരടുരേഖയിൽ വ്യക്തമാക്കുന്നു. 2014-2015 വന്യജീവികളുടെ ആക്രമണത്തിൽ 135 മരണങ്ങളുണ്ടായെങ്കിൽ ഈ വർഷം ഇതുവരെ 20 മരണങ്ങളെന്ന നിലയിലായി. വന്യജീവികൾ കൂടിയതല്ല വന്യജീവി ശല്യത്തിന്റെ പ്രധാന കാരണമെന്ന് വിശദീകരിക്കുന്ന രേഖയിൽ താരതമ്യേന വന്യജീവി സാന്നിധ്യവും കൂടുതലുള്ള പറമ്പിക്കുളം പെരിയാർ പ്രദേശങ്ങളിൽ സംഘർഷം കുറവാണെന്നും സ്ഥാപിക്കുന്നു. വന്യജീവികളുടെ സ്വതന്ത്ര സഞ്ചാരം തടസ്സപ്പെടുത്താനാണ് സംഘർഷസാധ്യത കൂടാനുള്ള കാരണമെന്നാണ് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച മനുഷ്യ വന്യജീവി സംഘർഷ ലഘൂകരണവും നിവാരണവും എന്ന നയസമീപന കരടുരേഖയിലെ വിലയിരുത്തൽ. എന്നാൽ പ്രാദേശികമായി ചിലയിടങ്ങളിൽ കാട്ടുപന്നി, നാടൻ കുരങ്ങ്, മയിൽ, കുറുക്കൻ, വവ്വാൽ, മ്ലാവ്, മലയണ്ണാൻ, പാമ്പുകൾ മുതലായ വന്യജീവികളുടെ സാന്നിധ്യം കൂടുതലായി അനുഭവപ്പെടുന്നുണ്ടെന്നും വനംവകുപ്പ് സമ്മതിക്കുന്നു. അധിനിവേശ സസ്യജാലങ്ങൾ വനത്തിനുള്ളിൽ വർദ്ധിച്ചത് വന്യജീവി മനുഷ്യ സംഘർഷത്തിന് പ്രധാന കാരണമായെന്ന കണ്ടെത്തലും നയരേഖയിലുണ്ട്. എന്നാൽ കണക്കെടുപ്പിലെ അശാസ്ത്രീയതയും അപാകതയുമാണ് വന്യജീവികളുടെ എണ്ണം കുറഞ്ഞ തെറ്റായ വിലയിരുത്തലിലേക്ക് വനംവകുപ്പ് എത്താൻ കാരണമെന്നാണ് കർഷക സംഘടനകൾ പറയുന്നത്. ഇടുക്കി വിഷൻ, കുമളി.